ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ. ഞാൻ പൂജ കൃഷ്ണൻ ഞാൻ പറഞ്ഞത് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ആ എന്റെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്. ഹീസ് മൈ പാർട്ട്ണർ അഖിൽ MM. ഇപ്പത്തെ ഉള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് ഇഷ്ടമായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ടമല്ലാണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട്. അപ്പൊ ഇവൾക്ക് ആദ്യം തീരെ ഇഷ്ടമല്ലായിരുന്നു ബിഗ് ബോസ്. തീരെ ഇഷ്ടമല്ലായിരുന്നു ഇവൾക്ക്. ഇവള് മറ്റേ പൊട്ടത്തിയാണ്, ഇച്ചിരി കുടിക്കുകയാണെന്നൊക്കെയാണ്. റിയൽ സ്വഭാവം എന്താന്ന് ആൾക്കാർ അറിയുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അത് അതേപോലെ തന്നെ വന്നു. ഞാനൊരു കാര്യം കേട്ടില്ല അഖിലെ, പൂജ ബിഗ് ബോസില് മാറി നിന്നിരുന്ന സമയത്ത് അഖിൽ വോയിസ് നോട്ടൊക്കെ പൂജ അതൊക്കെ ഞാൻ അറിഞ്ഞു. ഉണ്ടായും ചെയ്തില്ല. എന്തായാലും പറഞ്ഞ ഒരു ദിവസത്തിൽ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് അതാരായിരിക്കും? ഞാനാ എന്നാ ഞാൻ പറയട്ടെ. രണ്ടു നല്ല കൂർക്കം അതെങ്കിലും ഈ കുട്ടി അറിഞ്ഞു. അതെന്നിട്ട് എനിക്ക് കാണിച്ചത് എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞ കേട്ടു. അതെ, എനിക്ക് ഒരു 1000 വട്ടം കാണിച്ചതുണ്ട് അത്. ഓക്കെ, ഒരു മാനസിക ശക്തി ലഭിച്ചാൽ അത് എന്തായിരിക്കും? അമാനുഷിക ശക്തി അല്ലേ? കുറെ പേര് പ്രപ്പോസലൊക്കെ വരുന്നുണ്ട്. വളരെ നല്ല വേദനിച്ചു എനിക്ക്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ടാസ്ക് വരികയാണെങ്കിൽ ചെയ്യണ്ട, വിട്ടേക്ക്. അങ്ങനെ പണിഷ്മെന്റ് ജയിലിൽ കിടന്നോ, സീനില്ല. ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ടാസ്കുകളൊക്കെ ഉണ്ടല്ലേ, ഇവളൊക്കെ പോയി ഡിസ്ക് അല്ല വേറെ എന്തെങ്കിലും തെറ്റും. അപ്പൊ ഞാൻ എന്താണ് ബിഗ് ബോസിൽ ഞാൻ പറയില്ല, എത്ര നേരം എന്നെ അടിച്ചിട്ട് മിണ്ടാണ്. ഞാൻ ഇനി ഒരു അക്ഷരം മിണ്ടില്ലേ? എന്റെ വർത്തമാനത്തിനൊന്നും ഇവിടെ വരില്ലേ? വണ്ടിയുടെ ക്രേസ് ഉള്ള ഒരാളാണോ? ഒരു തേങ്ങയില്ല അവന്, വെറുതെ പറയാ. കുറച്ച് റീല് കണ്ട് നിങ്ങൾ പരസ്പരം ഇനി പറയണേട്ടാ. പൂജക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം അഖില് പറയണം, അഖിലിന് ഇഷ്ടമുള്ള സംഭവം. എന്ത് ഇഷ്ടമുള്ളത് അഖിലിനെ? എന്താ പോലെ കഴിഞ്ഞില്ലേ? എനിക്ക് ഇഷ്ടം നിന്നെ. അത് കഴിഞ്ഞിട്ട് നിന്നെ. പുറത്തുനിന്ന് ബിഗ് ബോസ് കണ്ടിട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അകത്ത് കയറിയിട്ട് അത് നേരെ ഉൾട്ടിയാവും. അങ്ങനെ എന്തെങ്കിലും ഒരു മിത്ത് ബോസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അതായത് ഒരു പ്രഷർ കുക്കർ ആണെന്ന് പറയുന്നത് ഒരു മിത്ത് ബേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് എന്റെ മാത്രം അഭിപ്രായമായിരിക്കും, കാരണം പലർക്കും അതൊരു പ്രഷർ കുക്കറായിട്ട് തോന്നിയായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ പാർട്ട്ണറെ വിട്ട് മാറി നിൽക്കുന്നതാണ് എന്നെ പറ്റി വലിയ ചാലഞ്ച് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഹൗസിന്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പുറം ലോകമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കട്ടായി പോയി. അതിനുശേഷം അവിടെ വരുന്ന ഓരോ കാര്യങ്ങളും ഓരോന്നും നമ്മൾ ഭയങ്കര ഫണ്ണായിട്ട് എടുത്തുകൊണ്ടും പിന്നെ നമുക്ക് ഓരോ ഈ തമാശകളായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവിടെ ഏറ്റവും വലിയ സർവൈവൽ സ്കില്ല് എന്ന് പറയുന്നത്. സീരിയസ്ലി, അതായത് ഒരാള് പറയുന്ന കാര്യങ്ങൾ ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ അയാൾ പറയുന്ന സാധനം ആ ഒരു ലൈറ്റ് ഹാർട്ടായിട്ട് എടുക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മെന്റലി സ്ട്രെസ് വരൽ കുറവായിരിക്കും. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഭയങ്കര എന്താ പറയാ ലളിതമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോകാൻ പറ്റും. അല്ലാത്ത പക്ഷം നമ്മളത് ഉള്ളിലോട്ട് എടുത്ത് നമ്മൾ പ്രഷർ കയറി നമുക്ക് ഹീറ്റായിട്ട് നമ്മൾ ഒന്നാമത് അവിടെ AC കുറവാണ്. എനിക്ക് അറിഞ്ഞോളൂ, നല്ല AC കുറവാണ്, ചൂടെടുക്കണായിരുന്നു. അതാണ് മിത്ത്. അത് ഈ സീസണിലെ മിത്താന്ന് തോന്നുന്നുണ്ട്. AC കുറവായിരുന്നു സത്യം പറഞ്ഞായിരുന്നു. പിന്നെ അകത്ത് കൊതുണ്ടൊക്കെ പറ. അതൊരു മിത്താണോ? അകത്ത് ഭയങ്കര കൊതുകുണ്ടായിരുന്നു. അത് അവിടെ അറിയാലോ. ഓഡോമോസ് ഒക്കെ കുറെ നേരം ഓഡോമോസ് ചോദിക്കണ നേരത്തല്ലേ ജിൻഡോ ചേട്ടൻ മറ്റേ ഹിറ്റ് അടിച്ചത്. അപ്പൊ അത് നമ്മൾ മറ്റേ ക്രീം പരത്തുന്ന പോലെ ഓഡോമോസ് ഒക്കെ പരട്ടിയിട്ട് ഇങ്ങനെ കിടക്കേണ്ടി വരും. അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളാണ് തോന്നിയിട്ടുള്ളൂ. പിന്നെ ബിഗ് ബോസിൽ നമുക്ക് അതൊക്കെ തന്നെയാണ്. അത്രയൊക്കെ തന്നെ. ബിഗ് ബോസിന്റെ മോർണിംഗ് സോങ് ഈ ചിലവർക്ക് അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൂടെ പാട്ട് കിട്ടാൻ പോകുന്ന ഒരു അവസരം അതല്ലേ കേൾക്കാൻ പോണതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതിങ്ങനെ രാവിലെ കടന്നിട്ട് കന്നിപ്പെണ്ണെ കന്മ നമ്മളിതെന്താ ആ മൂഡ് നമുക്ക് തോന്നും. കേറട്ടെ എനിക്ക് അതൊരു അത് നിങ്ങൾക്ക് ഫീൽ ചെയ്താലേ മനസ്സിലാവുള്ളൂ. കാരണം ഭയങ്കര സ്പീക്കറിൽ നമ്മൾ ഉറങ്ങുമ്പോ പടേന്നിട്ട് ഒറ്റ പ്രാവശ്യം എനിക്കെന്തോ ഓക്കെ. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ കേട്ട് ഇരിക്കുമ്പോ നമുക്ക് ഒരുമാതിരി ഇങ്ങനെ ആന്തല് വരും. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അൻസിബ. അൻസിബയ്ക്ക് പാട്ട് ഭയങ്കര ഇഷ്ടാ. അൻസിബയുടെ അടുത്ത് ഞാനിങ്ങനെ വയൽക്കാട് വന്നതിനെ പറ്റി എന്തായിരുന്നു അഭിപ്രായം എന്നൊക്കെ എന്നെ ചോദിക്കണത്. അൻസി പറയാ എനിക്ക് നിങ്ങൾ 6 വയൽക്കാട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളവർ ഇങ്ങനെയല്ലല്ലോ പറയണേ, 6 പേരെ നമുക്ക് തോപ്പിക്കണല്ലോ എന്നൊക്കെയാണ് പറയണേ. അൻസി പറയാ 6 വട്ടം പാട്ട് കേൾക്കുന്നായിരുന്നു എന്റെ സന്തോഷം. അത്രയും പാട്ട് ഇഷ്ടം. അതായത് അൻസിബയ്ക്ക്
സത്യം പറഞ്ഞാൽ കുറെ പുസ്തകങ്ങൾ വായിക്കുക, സിനിമകൾ കാണുക, പാട്ട് കേൾക്കുക, അങ്ങനെ ഒരു ലോകത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാ. അപ്പൊ ഇവിടെ വന്നിട്ട് ഇതൊന്നും പോസിബിൾ അല്ല നമുക്ക്. ഇപ്പൊ സിനിമേനെ പറ്റിയിട്ട് തന്നെ അവിടെ അൻസിബ കാണുന്ന സിനിമകളെ പറ്റി സംസാരിക്കുമ്പോ ആർക്കും മനസ്സിലാവാറില്ല. അതായത് ഋഷിയോടൊക്കെ ആ അൻസിബ കണ്ട പടങ്ങളെ പറ്റി അൻസിബ സംസാരിക്കുമ്പോൾ ഋഷി പറയുന്നു, എന്താ പറയുക, ഞാൻ സ്റ്റാർ വാർസ് കാണാറുണ്ട്, മറ്റേ കാണാറുണ്ട്, കുറച്ച് കാണാറുണ്ട്, അങ്ങനെ പറയാറ്. അതായത് അവർ അങ്ങനത്തെ സിനിമകൾ കാണാറ്. അൻസിബ കുറച്ചുകൂടെ ഇന്റലക്ച്വൽ പടങ്ങൾ കാണുന്ന കുട്ടിയാണ്. അപ്പൊ ആ ഒരു ടോപ്പിക് സംസാരിക്കാൻ അവിടെ ആരുമില്ല. എന്നാ പുസ്തകങ്ങള് അതാ പറഞ്ഞു, ഞാൻ വന്നപ്പോഴാണ് അൻസിബയ്ക്ക് സന്തോഷം. അങ്ങനെയല്ല, പക്ഷെ പാട്ടുകൾ വേറെ പാടാൻ പറ്റില്ല അല്ലെങ്കിൽ കേൾക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ മോർണിംഗ് സോങ് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള വ്യക്തി അൻസിബയാണ്. ഇപ്പത്തെ ഉള്ള കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിക്കോട്ടെ, അതിൽ ഇഷ്ടമായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ ഇഷ്ടമല്ലാണ്ട് നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട്. ഇഷ്ടമല്ലാതെ അവിടെ നിൽക്കുന്ന ആൾക്കാരാ. നിങ്ങൾ ഒരു പേര് ചോദിക്കുക, എനിക്ക് ചിലപ്പോ പേര് ഓർമ്മ വരുന്നുണ്ടാവില്ല. ഫസ്റ്റ് അഭിഷേകിൽ നിന്ന് തുടങ്ങാം. അഭിഷേക് എസ്. ശ്രീകുമാർ. അഭിഷേകിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, അഭിഷേക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അത് ഇങ്ങനെ പറയണേന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ ഞാൻ അവിടെ 2 വീക്സ് പരിചയപ്പെട്ട എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അഭിഷേക്. അഭിഷേകിനെ എനിക്ക് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള, എന്നാൽ ഫിസിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, എന്നാൽ കാര്യങ്ങളെ ഇതേപോലെ ലൈറ്റ് ഹാർട്ടായിട്ടും ആൾക്ക് ദേഷ്യം വരില്ല. അത് ശരി, ആൾക്ക് ദേഷ്യം വരില്ല. അതന്നെ ആളുടെ വലിയൊരു പ്ലസ് പോയിന്റാ. പെട്ടെന്ന് ഒരാൾ അദ്ദേഹത്തിന് ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാൻ ആർക്കും പറ്റില്ല. പക്ഷെ എന്നാൽ അയാൾക്ക് ഓളിട്ട് സംസാരിക്കാനും അറിയാം. അപ്പൊ ഭയങ്കര ഫണ്ണായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അഭിഷേക്. അതുപോലെ ആ വീട്ടിലെ എല്ലാം പണിയെടുക്കും. അതായത് ഞങ്ങള് കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നപ്പോ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആരോ വിളിച്ചിട്ട് അഭിഷേക്, അതായത് മറ്റേ അഭിഷേക് ഉണ്ടായിരുന്നു, ആ അഭിഷേക് ഫ്ലോർ ക്ലീനിങ്ങിലായിരുന്നു. അപ്പൊ അഭിഷേക് ടേബിളും കൂടെ തുടക്കിയെന്ന് പറഞ്ഞപ്പോ പാത്രം ഇട്ടിട്ട് പോയിട്ട് ടേബിൾ തുടച്ചോണ്ടിരിക്കണ്ട. അപ്പൊ ക്യാപ്റ്റൻ വന്നിട്ടൊരു, നിന്നോട് ആരാ ചെയ്യാൻ പറ്റും, നിന്റെ പണി ഇതല്ലല്ലോ. ഓ, എല്ലാ പണി ചെയ്ത് ഞാൻ ഏതാ പണി എന്ന് മറന്നത്. അത് ആ അഭിഷേകിനോട് പറഞ്ഞത് ഈ അഭിഷേക് ചെയ്യും. അതൊരു പാവമാണ് ആക്ച്വലി. എനിക്ക് ഭയങ്കര ഇഷ്ടമാകാറ്. ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഞാനും ഋഷിക്ക് മറ്റേ ഹോസ്റ്റൽ വൈബായിരുന്നു നമ്മുടെ പവർ റൂമിനകത്ത്. അതായത് ഭയങ്കര നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നത്, നമ്മളിങ്ങനെ ഇങ്ങനെ ഫണ്ണ് ചെയ്യണ ഒരാളെന്ന് പറയില്ലേ. അത് ഞാൻ ഒരാഴ്ച മറ്റേ ബീൻ ബാഗിലൊക്കെ ഇരിക്കായിരുന്നു. അപ്പൊ അടുത്ത ബീൻ ബാഗൊക്കെ ഇട്ട് വന്നിട്ട് എന്നെ മേലെ ഒറ്റ ഇട്ടിട്ട് തന്നെ ബർഗർ ആക്കി, സാൻഡ്വിച്ച് ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടും. എന്നിട്ട് എന്നെ അടിച്ചിട്ട് ബാത്റൂമിലൊക്കെ ഓടിയിരിക്കും. എന്നിട്ട് ഞാൻ പിന്നാലെ അടിക്കാൻ ഓടും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു രസമുള്ള ഒരു കൂട്ടുകാരൻ എന്നൊക്കെ ഉള്ള പോലെയായിരുന്നു ഋഷി അവിടെ. അയ്യോ, ശരണ്യ ചേച്ചി സത്യം പറഞ്ഞ, ശരണ്യ ചേച്ചി ഞാൻ 2 ആഴ്ച 2 ഫേസ് ഉണ്ടായിരുന്നു. ശരണ്യ ചേച്ചി ഒരാഴ്ച കിച്ചൺ ടീമിൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങളുടെ പാവൻ ശരണ്യ ചേച്ചി പവർ ടി വി കയറിയപ്പോ മറ്റേ അങ്ങനെ ചേച്ചി ആ ചേച്ചിനെ പറയും ഞാൻ പോയി വേദികയായി മാറിയെന്ന്. ചേച്ചി ഒരു ഹെഡ് മിസ്ട്രസ് ലെവലിലേക്ക് മാറി. പക്ഷെ രസമാണ്, അതായത് ഒരു ക്യാരക്ടറൊക്കെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രസമുള്ള പരിപാടി. അപ്പം ശരണീച്ചി എനിക്ക് രസമുള്ള വേറെ കണ്ടസ്റ്റന്റ്. അഭിഷേക് ജയദീപ്, അവൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു കുട്ടി പയ്യൻ എന്നുള്ള ഒരു സാധനത്തിലേക്ക് തോന്നി. എന്നെക്കാളും പ്രായമുണ്ട്, പക്ഷെ അവനിങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവന് വിഷമാവും. ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില് പെട്ടെന്ന് സങ്കടപ്പെട്ട് പോയി കിടക്കും, അങ്ങനെയാ. അപ്പൊ ഞാൻ എന്നിട്ട് എവിടെയാടാ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ എന്നൊക്കെ പറയാം. അതായത് ഈ നമ്മളിപ്പം അധികം എക്സ്പോഷർ കിട്ടാത്ത കുറെ പിള്ളേരുണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് ഈ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നിട്ട് മറ്റേ സേട്ടൊക്കെ ഇടുമ്പോ പിള്ളേർ പേടിക്കൂലേ, അല്ലെങ്കിൽ പിള്ളേർക്ക് അതൊരു ഉൾക്കൊള്ളാനുള്ള പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പൊ അതേപോലെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല, പക്ഷെ വിഷമം വരും. പക്ഷെ നമുക്ക് അവനോടൊരു ഇഷ്ടം തോന്നും, പാവമാണെന്ന് തോന്നിപ്പോവും. പിന്നെ അവര് അഭിഷേകും നന്ദനയുടെ ഫൈറ്റ് വരുമ്പോഴാണ് നമുക്ക് ഇത് ചിരി വരിക. ഇവരുടെ ഫൈറ്റ് ഭയങ്കര വിറ്റാ. ബാക്കിയുള്ള ആൾക്കാരെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് പോയിട്ട് എടാ അങ്ങനെ പറയില്ല ഇങ്ങനെ പറയാം. ഇവരുടെ ഫൈറ്റ് ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. അടുത്തേക്ക് വരുമ്പോൾ മാത്രം നമ്മളൊന്ന് മാറ്റുള്ളൂ. കാരണം നമുക്കറിയത് കുറച്ച് ഇവര് കൈയും കൊടുത്തിരിക്കുന്നു. പിന്നെ നന്ദന എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാട്ടുമ്പുറത്തെ ഒരു പൊട്ടിക്കുട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പോസിറ്റീവ് ആയിട്ടാ പറയണേ. ഉള്ളിലൊന്നും വെക്കൂല, അങ്ങനെ ബ്ലാബർ ചെയ്തോണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടിയത്. നമുക്ക് അതായത് ആ ഗെയിമില് ബാക്കി എല്ലാവരോടും നമുക്ക് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്കൊരു ചിന്ത ഉണ്ടാവും എവിടെയെങ്കിലും. പക്ഷെ അവള് ഭയങ്കര ട്രസ്റ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാം, അവള് കേട്ടിരിക്കും. അതുപോലെ അവളിങ്ങനെ അവളുടെ കുറെ കോമഡികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. സായി കൃഷ്ണ, അയ്യന്റെ അമ്മേ, സായിനെ പറ്റി ഞാൻ സത്യം
സത്യം പറഞ്ഞ സായി അവിടെ നിന്നിട്ട് അച്ഛനോട് ഡയലോഗ് പറഞ്ഞു. അതായത് പൂജ, ഞാൻ സീക്രട്ട് ഏജന്റ് ആയിരുന്ന സമയത്ത് ഒരുപാട് പേര് ഞങ്ങൾ പുറത്തേക്ക് വരുമ്പം അവന്റെ ഫേസിൽ നോക്കിയിട്ട് ഇങ്ങനെ നിലത്തേക്ക് തുപ്പിയിട്ടുണ്ട്, ചീത്ത വിളിച്ച് പോയിട്ടുണ്ട്, തെറി വിളിച്ചിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ അവസ്ഥ എനിക്കങ്ങനെ കമന്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കെങ്കിലും നേരിട്ട് വന്നിട്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ആ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും മാറൂടാ, എന്തായാലും നിനക്ക് ഇനി തിരിച്ച് വീണ്ടും കാറി കയറാൻ പറ്റില്ല, കാരണം ആ രീതിക്ക് നിന്നെ കളിയാക്കി കൊല്ലും. നിന്നെ ഇതുവരെ തെറിവിലായിരുന്നെങ്കിൽ ഇനി നിന്നെ കളിയാക്കലായിരിക്കും. പക്ഷെ അവരെ ഉള്ളിലിരുന്നിട്ടായാലും പൂജയ്ക്ക് മനസ്സിലായില്ല ഇങ്ങനെയൊക്കെ ആയിരിക്കും സായിക്ക് പുറത്ത് വരണ്ടാവുക എന്നുള്ളത്. ഒബ്വിയസ്ലി, കാരണം ഞാൻ തന്നെ അതിൽ തന്നെ ഒരു ഇന്റർവ്യൂ സെഷനിൽ ഞാൻ ചോദിക്കുന്നുണ്ട്, പുറത്ത് വാക്ചാതുര്യമുള്ള ചേട്ടൻ ഇവിടെ വന്നിട്ട് എന്ത് പറ്റി. പക്ഷെ ആളുടെ ജോലി ചെയ്യും, അല്ലെങ്കിൽ ഗെയിം ചെയ്യും. ഗെയിമിലൊക്കെ സായി നല്ല കിടിലനായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്, അതിലൊന്നും ഒരു സംശയമില്ല. നല്ല ഗെയിം കളിക്കുന്ന ആളാ, സ്ട്രാറ്റജികൾ മനസ്സിലാവുന്ന ഒരാളാ. പിന്നെ ആക്ച്വലി ഇപ്പൊ കുറച്ച് ഡൗൺ ആയിട്ട് കളിച്ചോട്ടെ, ഡൗൺ അല്ല ഇത്. പലരും പല ഗെയിം ഇതുണ്ടാവും. അതായത് നമുക്കൊരു ഗെയിമിൽ വന്നിട്ട് കുറെ ഓളിട്ട് അങ്ങ് ഭയങ്കര ലൗഡായിട്ട് കളിക്കണം എന്നൊന്നുമില്ല, സൈലന്റ് ആയിട്ട് കില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ മേ ബി സായി അതായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. പക്ഷെ എനിക്ക് പേഴ്സണലി സായിന്റെ ക്യാരക്ടർ പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഭയങ്കര വർക്കായ ഒരു വ്യക്തിയാണ് സായി. എനിക്ക് 3 പേരെ കൂടി പറ്റി ജാസ്മിന്, ഗബ്രി. അല്ല അത് നമ്മൾ സംസാരിച്ചല്ലോ. നോറ, അപ്സര, അർജുൻ. നോറ എന്ന് പറയുന്നത് ആക്ച്വലി ഐ എം വെരി സോറി ടു സേ ദിസ്, രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും നോറേനെ കാണുമ്പോഴാണ് നമ്മൾ ബിഗ് ബോസിലാണെന്ന് നമുക്ക് തോന്നിപ്പോവുക. കാരണം കുട്ടി രാവിലെ എണീറ്റ് വന്നിട്ട് ബീൻ ബാഗിൽ ഇരുന്നിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്യും, എവിടെ 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 അവിടെ. അപ്പൊ അത്രയും കാരണം അത്രയും ആ ഒരു ബിഗ് ബോസ് എന്നുള്ളതിന് അത്രയും കൂറ് പുലർത്തുന്ന ഒരു കണ്ടസ്റ്റന്റ് നോറ തന്നെയാണ്. അത് ഞാൻ ആ അവാർഡ് നോറയ്ക്ക് തന്നെ കൊടുക്കും. എനിക്കൊന്നും പറ്റില്ല, രാവിലെ എന്റെ ചായ പിടിച്ചു ഇന്ന് ബാത്റൂമിൽ പോയിട്ട് കുളിച്ചിട്ട് വരാൻ. പക്ഷെ നോറ എവിടെ പിടിക്കണം ഇങ്ങനെ ലിറ്ററലി ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സ്കാൻ ചെയ്യും. എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അത് ആളുടെ പ്രശ്നമാക്കി മാറ്റും. എന്നിട്ട് ആള് ഒരു ദിവസം ഞാൻ മറ്റേ ഹാളിൽ ഇരുന്ന് സംസാരിക്കണ നേരത്തുണ്ട്, എല്ലാവരും ഹാളിലുണ്ട്, നോറ മാത്രമല്ല. ഞാൻ എന്നിട്ട് നോറ ആരോട് സംസാരിക്കണമെന്ന്, ഇനി PCR ടീമിൽ ആൾക്കാരുണ്ട് നോക്കുമ്പോ ക്യാമറ സംസാരിക്കണ്ടേ. അത്ര പോലും ആ കുട്ടിയെ കണക്റ്റഡ് ആണ് ആ വീടിനായിട്ട്. അപ്പം അതാണ് നോറേനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്സര ചേച്ചിനെ പറ്റിയിട്ട്. അപ്സരയ്ക്ക് ജയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അതായത് എല്ലാത്തിലും ക്യാപ്റ്റൻ ആവാൻ ഇഷ്ടമാണ്, പിന്നെ റൂൾ ചെയ്യാൻ ലീഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ലീഡർഷിപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഒബ്വിയസ്ലി മാറി മാറി വരുമല്ലോ, അപ്പൊ ആൾക്ക് ചെറിയ വിഷമങ്ങളൊക്കെ വരുന്ന ഒരു കുട്ടി കഴി. അതാണ്. അപ്പൊ നൈസായിട്ട് പോയിട്ട് ആളത് സമാധാനിപ്പിക്കാനൊക്കെ നോക്കൂല്ലേ പൂജ? ആ, പിന്നെ ഞാൻ എല്ലാവരും സമാധാനിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് അർജുൻ. എനിക്ക് ആ വീട്ടില് ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു അർജുൻ. കാരണം അർജുനായിട്ട് സംസാരിക്കുമ്പോഴാണ് നമ്മൾ പുറത്തത്തെ ഇപ്പൊ റാം വാക്ക്, മറ്റേത് മോഡലിങ്ങിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ പിന്നെ സിനിമകളെ പറ്റിയിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്ന ഒരു ഫ്രണ്ടായിരുന്നു അർജുൻ. അല്ലാണ്ട് അർജുന്റെ അടുത്ത് നമ്മള് ഗെയിമിനെ പറ്റിയിട്ട് ഒന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ അർജുൻ എന്നെ ഏത് നേരം എന്റെ ഹൈറ്റിനെ പറ്റി കളിയാക്കേണ്ടിയിരിക്കും. അതായത് അവിടെ മറ്റേ വാഴത്തോപ്പിന്റെ സൈഡിലെ ചുമന്റെ അവിടെ ഒരു വലിയ മിറർ ഉണ്ട്. അപ്പൊ അതെനിക്ക് എത്തൂല, കാണാൻ പറ്റില്ല. എന്നിട്ട് കാണില്ല, അത് അർജുന് മാത്രം കാണാൻ വെച്ച മിറർ പോലത്തെ മിറർ. എന്നിട്ട് ഞാൻ അത് കൂടെ നടക്കുമ്പോ പൂജ നോക്കിയാ മിറർ നോക്കിയാ അപ്പൊ എനിക്ക് കാണില്ല. എന്നിട്ട് അയ്യോ എന്നിട്ട് പോവും. അത് എന്നെ കുറെ കളിയാക്കും. എന്നിട്ട് കണ്ണാടി മുന്നിൽ എന്നെ പിടിച്ചിരുത്തിട്ട് കണ്ട 10 അങ്ങനെയൊക്കെ പറയും. അപ്പൊ അർജുൻ ഭയങ്കര ഫണ്ണായിട്ടുള്ള ഒരാളാ. രശ്മിൻ ബായ് എന്ന് പറഞ്ഞാൽ, രശ്മിൻ ബായ് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മറ്റേ പാട്ടില്ലേ, ഓ ധീരത്താൽ, ആ പാട്ട് പാടുമോ? അപ്പൊ ഞാൻ അത് പാടും. എന്നിട്ട് വെറുതെ പൂജ ഇത് അപ്പൊ ഞാൻ ആ പാട്ട് പാടും. എന്റെ അടുത്ത് രശ്മിൻ ആകെ കൂടെ പാട്ട് പാടാൻ വേണ്ടി മാത്രം സംസാരിക്കാറുള്ളൂ. രാത്രി ഞാൻ സംസാരിക്കാറൊന്നുമില്ല. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും, പൂജ ആ പാട്ട് പാടും, പൂജ ഈ പാട്ട് പാടും. അവസാനം ഇതൊക്കെ പാടിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. അത് ശരിയാണ്. ഞാൻ എന്നിട്ട് പാട്ടൊക്കെ പാടി കൊടുത്തിട്ടുണ്ട് പവർ ടീം ഉണ്ടായിരുന്നപ്പോ. സോ നമ്മുടെ പൂജ കൃഷ്ണയുടെ ഞാൻ പറഞ്ഞത് എന്റെ സ്പെഷ്യൽ ഗസ്റ്റ് എന്നാണ്. ആ എന്റെ സ്പെഷ്യൽ ഗസ്റ്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട്. ബിഗ് ബോസ് പോണേക്കാൾ മുന്നേ പൂജ പിന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതും. അത് കഴിഞ്ഞിട്ടില്ല, പറഞ്ഞ് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിന്റെ അകത്ത് കയറിയിട്ടായാലും ഒരുപാട് എന്താണ് റീൽസ് ഒക്കെ ഇടുന്നു. അതിൽ നിന്ന് വന്നിട്ട് ഏതാ PR ടീം എന്നൊക്കെ ചോദിച്ച ഒരാള്. ഇൻട്രൊഡ്യൂസ് ചെയ്യൂ പൂജ. അപ്പൊ എന്റെ ജോലി നിന്റെ ജോലി ഞാൻ എടുക്കണം അവിടെ. സ്പെഷ്യൽ ആയിട്ട് അപ്പൊ എന്റെ PR ടീമായ അഖിൽ MM.
വേഗം PR. ഇവിടെ എന്റെ അനിയത്തി ഒരുത്തി ഉണ്ടായിരുന്നു, ഒരു പണി എടുക്കാണ്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടല്ലേ. അങ്ങനത്തെ പരിപാടി. അപ്പം ഹീസ് മൈ പാർട്ട്ണർ അഖിൽ MM. എന്താ പറയാ, പ്രത്യേകിച്ചൊന്നും പറയാല്ല, ബാക്കി അഖിൽ പറയും. ഓക്കെ, അഖിലിനോട് ഞാൻ ചോദിക്കാം. എന്തായാലും പൂജാപ്പി ബിഗ് ബോസ് പോയിട്ടുള്ള ഒരു 2 ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു പുറത്ത്? നല്ല പണിയായിരുന്നു. ആക്ച്വലി നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എത്തണം എന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇല്ലാത്ത സാധനം ഇങ്ങനെ ഇല്ല വെള്ളം പുഷ്യൊന്നുമില്ല കാണിക്കണേ. ആൾക്കാർക്ക് റീച്ച് ആവണം. കാരണം ലൈവിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങള് എപ്പിസോഡിൽ വരില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല എന്റെ ഭാഗത്തുനിന്ന് അവിടെ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് മിസ്റ്റേക്ക് പോലെ തന്നെ ഇടണം. ഒബ്വിയസ്ലി അങ്ങനെ ഉള്ളൂ. പക്ഷെ ഒന്നും വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു നീ അവിടെ പോയിട്ട് മര്യാദയ്ക്ക് അല്ലാണ്ട് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നെഗറ്റീവായിട്ട് തന്നെ ഇടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമ്മൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇല്ലാത്ത കാര്യം ഉള്ള പോലെ ഒന്നും കാണിക്കാൻ പറ്റില്ല. പക്ഷെ വേറെ കാര്യം എന്ന് വെച്ചാൽ ലൈവിൽ വരുന്ന കാര്യങ്ങളൊക്കെ എപ്പിസോഡ് വരില്ല എന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലൈവിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ എത്രയും കുത്തിരുന്ന് കണ്ടിട്ട് 4 മണിക്കൂർ കണ്ടുകൊണ്ട്. എന്താണ് അഖിലിന് തോന്നിയത്? എങ്ങനെ ഭയങ്കര ഒരു ബയാസ്ഡ് ആയിട്ട് അഖിലിന് തോന്നിയോ? അതായത് എപ്പിസോഡും ലൈവും കാണുമ്പോൾ പല കാര്യങ്ങളും അവിടെ വരുന്നില്ല. എന്തായാലും പൂജയുടെ ഗെയിം അവിടെ പോയിട്ട് ഭയങ്കര പൊട്ടയാണ് കളിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ റീൽ ഇറക്കുന്നു പറഞ്ഞു. അപ്പൊ എന്താ ഗെയിമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം? അതേപോലെയല്ല, കുറച്ചുകൂടി തമാശക്കായി സർക്കാസ്റ്റിക്കലി ഞാൻ ഇവിടെ തന്നെ ട്രോൾ എന്നിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ഇവനുള്ളത് ഞാൻ കൊടുക്കും. അപ്പൊ ആക്ച്വലി ഗെയിമിനെ പറ്റിട്ട് ഗെയിമിനെ പറ്റി നമ്മള് ബിഗ് ബോസ്, ഞാൻ ആക്ച്വലി ഫസ്റ്റ് സീസൺ തൊട്ട് ബിഗ് ബോസ് കാണുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ആം വെരി പാഷനേറ്റ് അബൌട്ട് ദ ഗെയിം. എനിക്ക് പോകണമെന്നുണ്ട് ബിഗ് ബോസിൽ ആക്ച്വലി. അപ്പൊ ഇവൾക്ക് ആദ്യം തീരെ ഇഷ്ടമല്ലായിരുന്നു ബിഗ് ബോസ്, തീരെ ഇഷ്ടമല്ലായിരുന്നു ഇവൾക്ക്. കണ്ടൂടെ എന്താ അത് മറ്റേ മറിച്ചതില്ല ക്ലീഷ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ, കുറ്റമ്മ ഓഡിയൻസ് ഉണ്ടാവല്ലോ. പക്ഷെ ഇത് കണ്ടു തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് വെരി ഇൻടു ഇറ്റ്. അതായത് കാണാണ്ട് ഇഷ്ടപ്പെടാത്ത, അതായത് നമ്മുടെ ഷോ കണ്ടിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഓക്കെ, ഇത് കാണൂല എന്നാൽ ഇഷ്ടമല്ല എന്ന് പറയും. അങ്ങനത്തെ ഒരു ക്ലീഷ ഓഡിയൻസ് ഉണ്ടല്ലോ, ആ കാറ്റഗറിയിൽ പെടുന്ന ആളായിരുന്നു. പക്ഷെ കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഫുൾ ടൈം ഇവള് കണ്ടു തുടങ്ങി. നമ്മൾ തമ്മിൽ ഡിബേറ്റ് ഉണ്ടാവും. ലൈക്ക് ഓരോ ടോപ്പിക് വരുമ്പോൾ നമ്മൾ അവിടെ ചർച്ച വിഷയമൊക്കെ എടുത്ത് നമ്മൾ സംസാരിച്ച് അങ്ങനത്തെ ഒരു ഹെൽത്തി ഫൈറ്റ് നമ്മൾ തമ്മിൽ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അതെ, നമ്മളുണ്ടായോ. സോ അപ്പൊ എനിക്ക് ഒബ്വിയസ്ലി നമ്മള് ഐ ഓൾറെഡി ന്യൂ ഇറ്റ്. സീസൺ 6 തുടങ്ങണാക്കാൻ മുന്നേ സീസൺ 5 ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് സീസണിൽ നീ ഉണ്ടാവും. അല്ല എനിക്കറിയില്ല, ഐ ന്യൂ ഇറ്റ്. ഇവർ ബിഗ് ബോസ് മെറ്റീരിയൽ ആണ്. എന്താ വേണ്ട, എക്സ്പ്രഷൻ വേണോ, തമാശ വേണോ, തമാശ ഉണ്ട്, സങ്കടം വേണോ, സങ്കടം ഉണ്ട്, ഓറാക്കൽ വേണോ, ഓറാക്കലുണ്ട്, ഡാൻസ് വേണോ, ഡാൻസ് ഉണ്ട്, തൂക്കൽ വേണോ, എല്ലാം ഉണ്ട് പുള്ളിക്കാരുടെ ഇടയിൽ. അപ്പോൾ എനിക്കറിയായിരുന്നു. അപ്പോൾ ഇവള് വരുമ്പോ തന്നെ ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡന്റ് ആയിട്ടൊന്നും പറയില്ല. ടോപ്പ് 5 എത്തുന്ന എനിക്കറിയായിരുന്നു ആക്ച്വലി. അതുപോലെ ഏത് സീസണിൽ ഓടുന്നിട്ടാലും ടോപ്പ് 5 എത്തുന്ന നോക്കിയാൽ. പക്ഷെ ഈ സീസൺ പ്രത്യേകിച്ച് വിന്നർ ആവാൻ പറ്റിയായിരുന്നു ആക്ച്വലി. അത്ര നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. അതെ, ഞാൻ എന്താണ് ബിഗ് ബോസിൽ ഓണാക്കി പറഞ്ഞ ബിഗ് ബോസിൽ ഓണാക്കി പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താ അറിയോ, ഹെൽത്ത് നോക്കണം. കാരണം എനിക്കറിയോളെ അന്ന് ഡാൻസ് കളിച്ച് നടുന്നല്ലി വീണ് ഡിസ്ക് പോയതാണ്. പിന്നെ ഡാൻസിന്റെ ഇടയിൽ റീൽ തന്നെ ഫേമസ് ആയില്ല, മുട്ടും തെറ്റി ചരട്ടിയും തെറ്റി. ഞാൻ പറഞ്ഞു ഒറ്റ ഒരു കാര്യം പറഞ്ഞല്ലോ, നീ എന്ത് തേങ്ങ വേണമെങ്കിൽ കാണിച്ചോ, ശരീരം നോക്കി കളിക്കുക. ശരീരം നോക്കിയിട്ട് അത് അധികം ഇൻപുട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ബാക്ക് ഓഫ് ചെയ്യും. അതേപോലെ തന്നെ സ്ട്രക്ചറിൽ കൊടുന്ന് നമ്മള് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറ്റി കൊണ്ട് ഒരു ഇരുത്തിണ്ട്. ആ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആക്ച്വലി. നല്ല ഗെയിമറാണ്, എനിക്കറിയുന്നു. ടോപ്പ് 5 എത്തുന്നത് എന്താണെന്ന് ജയിക്കാൻ പറ്റിയത് ആക്ച്വലി. എനിക്ക് സിബിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ച്വലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് ഇവള്, സിബിൻ, അഭിഷേക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നല്ല ബിഗ് ബോസ് മെറ്റീരിയലാണ്. പക്ഷെ അവൻ ഭയങ്കര സൈലന്റ് ആയി പോയി. അപ്പൊ ഇവരായിരുന്നു എന്റെ. അല്ല, എപ്പോഴും അഖില് പറയുന്നത് പൂജ വർത്തമാനത്തിനൊന്നും ഇവിടെ വിലയില്ലേ? കേട്ടില്ല. ഞാൻ അവിടെ സംസാരിക്കണ്ട ഇടയ്ക്ക്, മൈൻഡ് ചെയ്യണം. ഞാൻ മൈൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മറന്നുപോയി. ഇന്റർവ്യൂ ആണ്. എനിക്കുണ്ട് ഇവിടെ സംസാരിക്കാനായിട്ട്. ഈ പൂജ ഭയങ്കര ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നുണ്ട്. അഖിലായാലും ആ നെക്സ്റ്റ് സീസൺ പോണെന്നുണ്ട്. ഞാനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആക്ച്വലി എന്താണ് ഈ BB മെറ്റീരിയൽ എന്നുള്ളൊരു പദം കൊണ്ട് ഞാൻ ചോദിച്ചത്. സിൽക്ക് കിട്ടുന്നുണ്ട്, കോട്ട കിട്ടുന്നുണ്ട്, പോളിസ്റ്റർ കിട്ടുന്നുണ്ട്, BB മെറ്റീരിയൽ നമുക്ക് എല്ലാം കൂടിയ ഒരാൾ വേണ്ട കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ. ബിഗ് ബോസും ആക്ച്വലി കാസ്റ്റിംഗ് പീപ്പിൾ ടു ഇറ്റ്. അപ്പൊ അവർ കാസ്റ്റ് ചെയ്യുമ്പോൾ അവർ നോക്കണം എന്താ, ലൈക്ക് ഇവള് പറഞ്ഞ പോലെ തന്നെ അവർക്ക് സ്റ്റോറി ബിൽഡപ്പ് ചെയ്യണം, അതിൽ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരണം. അപ്പം ഈ ക്യാരക്ടർ എന്തിനും പ്ലേസ് ചെയ്യാനാണ്. ഇവളെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ഫാമിലി പാക്കേജ് ആണ് ആക്ച്വലി ബിഗ് ബോസ്. അത് കാണുമ്പോഴും തോന്നുന്നുണ്ട് ഫാമിലി പാക്കേജ് ആണ്, എല്ലാം ഉണ്ട്. സോ ബിഗ് ബോസിനെ അവർ ചിന്തിക്കേണ്ട കാര്യം ഇവളെ കയറ്റാം. വൈൽഡ് കാർഡ് ഇടാം. വൈൽഡ് കാർഡ് ഇട്ടാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. സത്യം പറ, ഇവൻ എന്നെ കയറ്റിയ പോലെ ഉണ്ട് അവസാനം. ഇവൻ കയറ്റിയ പോലെ പറയേണ്ടത് അല്ല. ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് മിണ്ടാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുന്ന ആളാവരുത്. നമ്മള് എല്ലാ കാര്യത്തിലും ഇടപെടണം. അവർക്ക് വേണ്ട തമാശ, കാരണം അവിടെ ടാസ്ക് വരുന്നുണ്ടാവും.
ആ ടാസ്കിൽ നമ്മൾ നമ്മുടെ ടാലന്റ് ഷോക്കേസ് ചെയ്യേണ്ടി വരും. ഫൺ ടാസ്കുകൾ ഉണ്ടാവും. ഫൺ ടാസ്കുകളിൽ നമ്മൾ നമ്മുടെ നമുക്ക് മിണ്ടാണ്ടിരിക്കുന്ന ആളാണെങ്കിലും ഉള്ളിൽ ഇല്ലാത്തൊരു കഴിവോടെ പുറത്ത് കൊണ്ടുവരേണ്ടി വരും. അപ്പൊ എല്ലാ തരത്തിലും സംസാരിക്കാനാണെങ്കിലും ഫിസിക്കൽ ആണെങ്കിലും മെന്റലി ആണെങ്കിലും മൊത്തത്തിൽ നമ്മള് എല്ലാം കൂടി അടങ്ങുന്ന ഒരു സാധനമാണ് ബിഗ് ബോസ്. അതെ, അപ്പൊ പിന്നെ ഫാമിലി പാക്ക് എന്ന് പറയാൻ പറ്റില്ല അല്ലെ, ഫിസിക്കലി പോയി. അതുകൊണ്ടാ ഫാമിലി പാക്ക് ആയത്. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ടാസ്ക് വരെയാണെങ്കിൽ ചെയ്യണ്ട, വിട്ടേക്ക്. അങ്ങനെ പണിഷ്മെന്റ് ജയിലിൽ കിടന്നോ, സീനില്ല. ജയിലിൽ കിടക്കണതാണ് ഏറ്റവും വലിയ ടാസ്ക്. സീനുള്ള ആളാ ജയിലിൽ പോയി കഴിഞ്ഞാൽ ജയിലിൽ നിരപ്പ് പോലും അല്ലേ, കടക്കാൻ പറ്റില്ല അവിടെ. അല്ല ആക്ച്വലി ഇവിടെ കരയണ പ്രമോ വന്നപ്പോ എന്താ തോന്നിയേ? സത്യത്തിൽ നമ്മൾ നേരത്തെ വിളിച്ചറിയിക്കല്ലോ, ഫാമിലി മെമ്പേഴ്സ് ആയ കാരണം തലേ ദിവസം നമ്മൾ വിളിച്ചറിയിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി സ്കിൻ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. ഓവറായിട്ട് ഇവിടെ എണീറ്റ് നടക്ക്, നിങ്ങൾക്ക് ആങ്കർ ആണല്ലോ. അപ്പോൾ ഔട്ട്ഡോർ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ കുറെ നടന്ന് ഈ നൈറ്റ് വരെ ഷൂട്ട് ഉണ്ടാകുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാനല്ലേ നോക്കണേ. അപ്പോൾ മൊത്തത്തിൽ ഇവള് നടു പോയി കിടക്കായിരിക്കും. അപ്പം ഞാൻ എല്ലാ വില എടുത്തുള്ളൂ. പിന്നീട് നമുക്ക് പ്രോമോ നമ്മൾ ഹോട്ട്സ്റ്റാറിലല്ലേ കാണുന്നത്, ചാനലിലാണല്ലോ പിറ്റേ ദിവസം പ്രോമോ ആദ്യം കാണിക്കുക. നമ്മൾ കണ്ടിട്ടുള്ള പ്രോമോ ഇതുവരെ. പ്രോമോ നമ്മുടെ ഫ്രണ്ട്സ് അയച്ചു തരുമ്പോഴാണ് ഇതിന് സീരിയസ്നെസ് മനസ്സിലായത്. ആക്ച്വലി സ്ട്രക്ചറിൽ കൊണ്ടുപോകും, ഇവളുടെ കരച്ചിലൊക്കെ ഇട്ടപ്പോൾ കയ്യിൽ നിന്ന് പോയി. അപ്പം നമ്മളൊന്നുമില്ല, പിറ്റേ ദിവസം എങ്ങനെയും അവിടെ എത്തുക, ഫാസ്റ്റ് ആയിട്ട് എത്തുക എന്നുള്ള ഒറ്റ കൺസേൺ മാത്രമല്ലോ. ഞാൻ പൂജയുടെ അമ്മയും കൂടിയിട്ടാണ് ഫ്ലൈറ്റ് വിളിച്ച് പിന്നെ അപ്പൊ അവിടെ എത്തിയപ്പോ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ഓക്കെ ബെറ്റർ ആയി, വേറെ സീനൊന്നുമില്ല, ബെഡ് റെസ്റ്റ് വേണം. അപ്പൊ എനിക്ക് ആക്ച്വലി തിരിച്ച് ഗെയിമിൽ കയറുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹെൽത്ത് ആണ് ഫസ്റ്റ് കൺസേൺ. ഹെൽത്ത് കഴിഞ്ഞിട്ടേ വേറെ എന്തും ഉള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ടാസ്കുകളൊക്കെ ഉണ്ടല്ലേ, ഇവളൊക്കെ പോയി ഡിസ്ക് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റും. അപ്പോ എന്തുകൊണ്ട് നന്നായി തന്നെ ഞാൻ പറയും. കാരണം 2 ആഴ്ചത്തോളം നിന്നിടത്തോളം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾക്കാർക്ക് റിയൽ ക്യാരക്ടർ വളരെ നല്ല കാര്യം ഇനി വരട്ടെ. അപ്പോ നല്ല നല്ല കാര്യങ്ങൾക്ക് ആൾക്കാർക്ക് മനസ്സിലായി. എനിക്കറിയായിരുന്നു ഇവളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ആൾക്കാരുടെ വിചാരം ഇവള് മറ്റേ പൊട്ടത്തിയാണ്, ചിരി കുടിക്കുകയാണെന്നൊക്കെയാണ്. റിയൽ സ്വഭാവം എന്താന്ന് ആൾക്കാർ അറിയുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അത് അതേപോലെ ഇനി വന്നു. വെരി ഹാപ്പി ഫോർ ഹർ. എന്താണ് അഖിലിന്റെ ക്യാരക്ടറെ പറ്റി പറയാനുള്ളത്? ക്യാരക്ടറെ പറ്റിയിട്ട് അഖിലിനോടൊന്ന് ചോദിക്കണം. ആക്ച്വലി പൂജ വിചാരിച്ചായിരുന്നു പ്രമോല് ഇത്രയും ഭയങ്കര സീരിയസ് ആയിട്ട് സംഭവം കാണിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇത്രയും സംഭവം കാണിക്കുന്ന ഇപ്പൊ പ്രമോലെ ഇത്ര സീരിയസ് ആയിട്ട് കാണിക്കുമ്പോ ഒബ്വിയസ്ലി നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോ നമുക്ക് ഭയങ്കര ടെൻഷൻ ആവൂലോ സംഭവം. അപ്പം അവിടുന്ന് മറ്റേ അഭിനയിച്ച പോലെ പറയണ്ടല്ലോ, വയ്യാണ്ടിരുന്നിട്ട് അധികം കാണിക്കണ്ട പുറത്ത്. അതല്ല ഞാൻ പറഞ്ഞത്, കാരണം നമ്മൾ പറയണ്ടായിരുന്നല്ലോ, കാരണം ക്യാമറാസ് ഒക്കെ ഓഫ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അതല്ല, അതായത് എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ എടുത്ത് ഞാൻ ഇതാക്കുമ്പോ പെട്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചു. കാരണം എനിക്ക് ടെൻഷൻ ഇപ്പൊ ഇവന്റെ കാര്യം എനിക്ക് ഓക്കെ, കാരണം ഇവൻ കുറച്ചുകൂടെ ഇമോഷണലി സ്ട്രോങ് ആണ്. കാരണം ഇവന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ അത് എടുക്കും എന്നുള്ളത് എനിക്ക്. അപ്പോൾ ഞാൻ ആക്ച്വലി കുറെ പേടിയും കുറേയൊക്കെ പോട്ടെ 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 കുറെ. പക്ഷെ അവസാനം എൻ്റെ ബോഡി നീക്കും ഇങ്ങനെ ഇതാക്കുമ്പോൾ എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു അവരുടെ അടുത്ത്, ഈസ് ഇറ്റ് റെക്കോർഡിംഗ് എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇല്ല, ക്യാമറാസ് ആ ഫേസിങ് ഡൗൺ എന്ന് പറഞ്ഞപ്പോൾ ഫെറ്റിലൊക്കെ ഓക്കെ കുഴപ്പമില്ല, അപ്പൊ ഇത് എടുക്കണ്ടായില്ലായിരുന്നു. പക്ഷെ ഈ പ്രമോല് ഇമ്മാതിരി ബീജൊക്കെ ഇട്ടിട്ട് യാതൊരു ദൈവമേദിക്കുന്നതായിരുന്നോ തോന്നിപ്പോയി. പക്ഷെ ഇപ്പൊ നമ്മളിവിടുന്ന് അഖിലിവിടുന്ന് ചെയ്ത PR മീൻസ് ആ വർക്ക് കാണിച്ചു കൊടുത്തപ്പോ എന്തായിരുന്നു നമ്മളുടെ റിയാക്ഷൻ? എന്താ അങ്ങനെയല്ല, അതൊന്നും അല്ല ഉണ്ടായത്. ഇവിടെ സംസാരിക്കുമ്പോ ഞാൻ സംസാരിച്ചില്ലല്ലോ. ഞാൻ അഖിലിനോട് ചോദിച്ചത്. എന്റെ റിയാക്ഷൻ എന്നോട് ചോദിക്കേണ്ടത് അഖിലിന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. നിന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു അഖിലിനോട്? എന്നാ ശരി, നീ പറഞ്ഞ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? നല്ല മോശമായിരുന്നു. എല്ലാ റീലും മോശമായിരുന്നു. അല്ലാതെ എനിക്കറിയില്ല, കാരണം ഞാൻ അതൊരു 1000 വട്ടം കണ്ടുണ്ടാവും. അതെന്റെ നെറ്റ് കുറവായിരുന്നു. അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ വാസ് സോ ഹാപ്പി ആ ടൈമില്. കാരണം ഇതുവരെ ഞാൻ വിചാരിച്ചു, കാരണം ഇവന് ജോലി ഉണ്ട്. ഇപ്പൊ ജോലി ഇപ്പൊ 11:30 to 8:30 വരെ ഇവന്റെ ജോലി ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഇവൻ ലൈവ് റെക്കോർഡ് ചെയ്യണം. അത് കഴിഞ്ഞ് നീ ഇവിടുന്ന് ലൈവ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നിട്ട് പിന്നെ രാത്രി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പോസ്റ്റ് ചെയ്ത് പിന്നെ കടന്നുറങ്ങി. അപ്പൊ അത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈക്കിളാണ്. അപ്പൊ ഞാൻ കറക്റ്റ് സമയത്ത് ഉറങ്ങാറുണ്ട്. ഞാൻ വാഴത്തോപ്പിൽ ഇരുന്നിരുന്നെങ്കിൽ നിനക്ക് എന്തായിരുന്നു അഭിപ്രായം?
ഓക്കെ. അപ്പോ അതുകൊണ്ട് ഭയങ്കര ഞാൻ ആക്ച്വലി ഇവനോട് ഞാൻ അവിടെ പറഞ്ഞു, അതായത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബിഗ് ബോസിനകത്ത് ഞാൻ പോകുന്ന ആൾക്കാർക്കായിരിക്കും ബുദ്ധിമുട്ട് പുറത്തിരിക്കുന്ന ആൾക്കാരെക്കാളും തോന്നിപ്പോയി. ഫാമിലി ആൾക്കാർ ഇപ്പൊ ഇവനൊക്കെ ആണെങ്കിലും. പക്ഷെ ആക്ച്വലി നമ്മൾ അതിനകത്തുള്ള ആൾക്കാരെക്കാളും ബുദ്ധിമുട്ട് പുറത്തുള്ള ആൾക്കാരെക്കാളും എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതിനകത്ത് നമ്മൾ ഫുൾ ടൈം ബിസിയാ, നമുക്ക് കുറെ കാര്യങ്ങൾ ചിന്തിക്കാണ്ട്, നമ്മൾ കുറെ ആൾക്കാരെ പറ്റി ചിന്തിക്കേണ്ടത്, ഗെയിംസ് വരും അത് വരും, നമ്മൾ പിന്നെ നമുക്ക് ഫോണില്ല, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കോണ്ടാക്ടിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ പുറത്തുള്ള ആൾക്കാരെ അവർക്ക് ഫുൾ ടൈം ബിസി ആവണമെന്നില്ല, എന്നാൽ ഫോൺ ഉണ്ട്, നമുക്ക് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല, അവരെ നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് പറയാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ ഒരു ഇത് വന്നിട്ടുണ്ടാവുക. കാരണം ഞാൻ അവിടെ ഫുൾ അടിച്ചു പൊളിക്കായിരുന്നു. ഞാനൊരു കാര്യം കേട്ടില്ല അഖിലെ, പൂജ ബിഗ് ബോസിലെ മാറി നിന്നിരുന്ന സമയത്ത് അഖിൽ വോയിസ് നോട്ടൊക്കെ പൂജ അതെങ്ങനെ നീ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു, ഉണ്ടായും ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ ഇരിക്കായിരുന്നു, ലൈക്ക് ഡെയിലി രാത്രി കിടക്കുമ്പോൾ ഒരു വോയിസ് നോട്ട് ഇട്ടിട്ട് ഞാൻ കിടക്കാറ്. കാരണം ഒരു ഏതെങ്കിലും തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ വന്നെങ്കിൽ കേൾക്കാമല്ലോ. അപ്പൊ ഞാൻ ആക്ച്വലി അത് ഇട്ടിട്ട് കിടന്നുറങ്ങുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം കിട്ടാറ്. ആക്ച്വലി ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കേട്ടതൊക്കെ വിഷമായില്ലേ? എന്തായാലും പറയണ ഒരു ദിവസത്തിൽ അത് അവൻ ഓരോ ദിവസം കിടക്കുമ്പോ പൂജപ്പി ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇന്ന എപ്പിസോഡ് അടിപൊളിയായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ഓഫീസിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയും, എന്നിട്ട് മിസ് ചെയ്യും എന്നൊക്കെ പറയാം. ഞാൻ എനിക്ക് എന്നോടല്ലേ മിസ് പറയണത്? ഇവനിങ്ങനത്തെ ആളായിരുന്നല്ലേ? അറിഞ്ഞില്ല. അപ്പം എന്തായാലും പൂജയായാലും അഖിലായാലും എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര കെമിസ്ട്രിയാണ്, ഭയങ്കര ജോഗ്രഫിയാണ്. ഞാൻ മാത്സ് ആണെന്ന് പറയാം. അപ്പൊ നമ്മള് ഇവർക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. ഉത്തരം പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് ആരാ? ഞാൻ. അത് പാർട്ട്ണറോട് പറയുന്നതാണോ അത് പുറമെ പറയുന്നത് ഉദ്ദേശിച്ചത്? എന്തിനാ ഇതിനെ വെറുതെ കള്ളം പറഞ്ഞ് പറ്റിക്കണേ? ഇവനോട് ഞാൻ അങ്ങനെ കള്ളൊന്നും പറയാറില്ല. അതായത് സത്യം പറയാൻ ഞാൻ സത്യം പറയും, പക്ഷെ കള്ളം പോലെ ഇവന് തോന്നണം, അതാണ് ഒരു ഇന്റൻഷൻ. ഓ കള്ളം പോലെ തോന്നും ചെയ്യും. അപ്പൊ ഇവ വിശ്വസിക്കില്ല, പക്ഷെ ഞാൻ സത്യം പറയും ചെയ്തു, അതാണ് എന്റെ ഒരു ഇന്റൻഷൻ. ഈ കുട്ടി എന്ത് കൂടുതൽ ചോദിക്കാത്തത്? അല്ല, ഇത് ഞാനിങ്ങനെ പെട്ടെന്ന് ഒറ്റവാക്കിൽ ഉത്തരം പറയുന്നത്. രണ്ടാമത്തത്, ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നത് അതാരായിരിക്കും? ഞാനാ. ഇവൻ ഞാൻ കൂർക്കം വലിക്കും, നല്ല കൂർക്കം വലിക്കാറുണ്ട്. അല്ലാണ്ട് കൂർക്കം വലില്ലല്ലോ. നീ മറ്റേ ആ കുട്ടിയുടെ സ്വഭാവം എടുക്കരുത്, അഡ്മിറ്റ് ചെയ്യണ തെറ്റുകൾ. ആ കുട്ടിയുടെ പേര് ഞാൻ പറയൂല, ഞാൻ പറയില്ല, അതേപോലെ ആവരുത്. അന്ന് പറയണു എന്നാ ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഈ കുട്ടി അറിഞ്ഞു. ഓക്കെ, മൂന്നാമത്തെ, നിങ്ങളിൽ പൊസസീവ്നെസ് ആർക്കാ കൂടുതൽ? എന്താ സാധാരണ എല്ലാ റിലേഷൻഷിപ്പിൽ ആ സാധനമൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ? റിലേഷൻഷിപ്പ് അല്ല, ഇത് അസാധാരണ റിലേഷൻഷിപ്പ്. അത് ഞാനൊരു കൊളോക്കിലി പറഞ്ഞത്. പ്രശ്നമൊന്നുമില്ല, എനിക്ക് പൊതുവെ ഇല്ല, അതുകൊണ്ട് ഞാനുള്ളപ്പോ എന്നെ പറ്റി പോയി സംസാരിക്കും. അതെന്നിട്ട് എനിക്ക് കാണിച്ചത് എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടു. അതെ, എനിക്കൊരു 1000 വട്ടം കാണിച്ചതുണ്ട് അത്. ഓക്കെ, ഏറ്റവും കൂടുതൽ മറവി ആർക്കാണ്? നല്ല മറവിയാണ്. അതായത് ചിലപ്പോ എന്നെ കൊണ്ട് വല്ല സ്ഥലത്ത് പോയി അവിടെ എന്നെ ഇട്ടിട്ട് പോയി, അത് വന്നിട്ടില്ലെങ്കിൽ അത് കൂടെ വരാനുള്ളൂ. ചാവി, പേഴ്സ്, ചാവി, പേഴ്സ്, ക്രെഡിറ്റ് കാർഡ്, ഹെൽമെറ്റ്, പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും മറക്കും. ഞാൻ പറയുന്ന അത് ഒരു സ്ഥലത്ത് വെക്കിയതെല്ലാം കൂടെ വെക്കൂല. ID കാർഡ്, ഓഫീസിലെ എല്ലാം പറഞ്ഞ കാര്യങ്ങൾ മറക്കും, ഒക്കെ മറക്കും. ഓക്കെ, നിങ്ങൾ രണ്ടുപേരിലെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ആരാ?
ഇങ്ങനെ വന്നപ്പോഴേക്ക് അടി ഉണ്ടാക്കണത് നോർമൽ ആക്കി കൊടുക്കുക എനിക്ക് മാക്സിമം ഒരു അടി ഉണ്ടാക്കരുത് എന്നുള്ള അടി ഉണ്ടാക്കണ്ട എന്തെങ്കിലുമൊക്കെ പോണം, തിരിച്ചു പോണം. 6 വർഷമായി ഇതേപോലെ തന്നെ പോണത്. പക്ഷെ നമ്മള് അടി ഉണ്ടാക്കണ എന്തുകൊണ്ടാന്ന് എനിക്കറിയാലോ, ഫണ്ണാണ്. അല്ല കൊറേ കാലം ബിഗ് ബോസ് ഇവിടെയാണ്, ഞങ്ങളുടെ ഇടയിലാണ്, നിങ്ങൾക്ക് അറിയാം. കൊറേ കാലം അടി ഉണ്ടാവാണ്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഞാൻ ഇതെന്തത്, അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്തിടും. പിന്നെ ഞാൻ ചൊറിയാനാണ് പറയണത് ഇവര് നല്ല വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് അത് അറിഞ്ഞിട്ട് വിഷമിക്കും. അതാണ് എനിക്ക് മനസ്സിലാകത്ത്. ഒരാൾക്ക് ഇത് ചൊറിയണതാണ് അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യണതാണ്, ആ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ അത് കരയാണ് വേണ്ടത്. അപ്പൊ ബിഗ് ബോസിലൊക്കെ പോയിട്ട് ഇങ്ങനെ അനുഭവം വന്നല്ലോ. പ്രൊഫഷണലി ഐ ആം ഡിഫറെന്റ്. ഇവളുടെ അടുത്ത് മാത്രമാണ് ഞാനിങ്ങനെ ഇമോഷണലി വീക്കാണ് ഞാൻ, ഇവളുടെ അടുത്ത് മാത്രം. കാരണം ഇവൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, ഇവൾക്ക് സപ്പോർട്ട് ഇവളെന്തേലായിക്കോട്ടെ മനസ്സിലായി. ഓക്കെ, അപ്പൊ സപ്പോർട്ട് ചെയ്യണില്ല. ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് ചെയ്തു. എന്നാ അടി വേഗത്തിൽ സോൾവ് ചെയ്യുന്നത് ആരായിരുന്നു? ഞാൻ തന്നെ. ഞാൻ തന്നെ. ഞാനാണ് സോൾവിങ് ഒന്നും ഞാൻ ഒന്നും പറയണല്ലേ. ഓക്കെ, എന്തായാലും നമുക്ക് അത് ഇപ്പൊ ആ ചോദ്യം ഇവിടെ നിർത്താം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ അടി ഉണ്ടാവും. വെറുതെ ചിന്തിച്ച് കൂട്ടുന്നത് ആരാണ്? ആരാണ് എന്തെത്ര കാര്യത്തിൽ ചിന്തിക്കുന്നത്? ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ആളാണ്. ഞാൻ ചിന്തിക്കേ ഇല്ല, കോൺഷ്യസേ ഇല്ല. എനിക്ക് ഒരു പരിപാടി എനിക്ക് നെഗറ്റീവോ പോസിറ്റീവോ എന്ത് വന്നാലും ഞാനാ അതാ വഴിക്ക്. ഞാൻ ഭയങ്കര ഗോ വിത്ത് ഫ്ലോ ഉള്ള ഒരു മനുഷ്യനാ. ഇവളെ പോലെ ആയാൽ മതിയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ ഇരിക്കുക. നമ്മൾ തല്ലോടിയിട്ട് ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ തല്ലോടിയിട്ടിരിക്കാന്ന് വെച്ചു. അപ്പൊ ഇവിടെ ദേഷ്യപ്പെട്ടിരിക്കാന്ന് വെക്കും. നെക്സ്റ്റ് റൂമിൽ കളിച്ചിരിച്ചിരിക്കുന്ന പോലെ ഞാൻ തേങ്ങ ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം എനിക്കെന്താ? പെട്ടെന്ന് സ്വിച്ച് ഓഫ്. അത് വേണമെന്ന് സ്വിച്ച് ആണല്ലോ. കോൺഷ്യസ് ആയിട്ടൊരു ആളെ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യാൻ അറിയില്ല, പക്ഷെ ഇവ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യും. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രം. മനസ്സിലായി. ഓക്കെ, നിങ്ങൾ രണ്ടുപേരില് ഏറ്റവും നല്ല കുക്ക് ആരാണ്? ഒരു നല്ലൊരു കുക്കിംഗ് അല്ലെങ്കിൽ മോശം ഒരു കുക്കിംഗ് അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, രണ്ടുപേരും നന്നായി കുക്ക് ചെയ്യും. അതാണ് എനിക്ക് ഇവന്റെ അടുത്ത്. എനിക്ക് ആക്ച്വലി ഞാൻ കോൺഷ്യസ് അല്ലാതല്ല ഇതെല്ലാം ഇമോഷണലി പറഞ്ഞെങ്കിലും എനിക്ക് അല്ലാതെ എനിക്ക് കുറച്ച് നിബന്ധനകളുള്ള വ്യക്തിയാണ് ഞാൻ. കാരണം എനിക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് വേണം, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ഓർഡറിൽ വേണം. അപ്പൊ എനിക്ക് കറക്റ്റ് പാർട്ണർ തന്നെയാണ് കിട്ടിയത്. ഞാൻ ഇവനും ഇതേപോലെ ഓർഡറിൽ വേണം, വൃത്തിയിൽ വേണം. അവ ഒരു ആൾക്കാർ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഒരു ഹെസിറ്റേഷൻ ഇല്ലാണ്ട് പണിയെടുക്കില്ലേ, എടാ തന്നു. അപ്പൊ എനിക്ക് ഇവന് ഓർമ്മ വന്നു. ഒരു മോശം കുക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ കുസ്ക വെച്ചിട്ട് അത് കഞ്ഞിയായിട്ടുണ്ട്. കുസ്ക എന്ന് പറഞ്ഞൊരു തമിഴ്നാട് മറ്റേ ബിരിയാണി ഡിഷ് പോലെയാണ് കുഷ്ക എന്നാണ് തോന്നുന്നു. അപ്പൊ അത് ഇവിടെ ഒരു അണ്ണന്റെ കടയിൽ കിട്ടും. അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, അതിന് പൈസ കൊടുക്കണല്ലോ. അന്ന് പൈസ ഇല്ല. അപ്പൊ ചോദിച്ചാൽ അത് ഇനി ഉണ്ടാക്കാൻ പഠിച്ചു എനിക്ക് തന്നെ ഉണ്ടാക്കാലോ. അത് ഞാൻ പൈസ വേണ്ടേ? അത് കുറച്ച് വാങ്ങി അങ്ങ് വെക്കാം. അത് എപ്പോഴും അങ്ങനെ പൈസ ഇല്ലല്ലോ. അത് കഞ്ഞിയായി. കുറച്ച് ഉപ്പിട്ടിട്ട് കുടിച്ചു. നല്ലായിരുന്നു. ഇല്ല, പറ്റില്ല. ശരിയാ. ഇതിനിടയിലേക്ക് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആരാ? ഞാനും. അതെന്തൊരു ഡിലേ ഞാനൊന്ന് പറയാൻ? അത് റൊമാൻറ്റിക്കിന്റെ എക്സ്പ്രഷൻ ഇട്ട് കണ്ടില്ലേ? അതെന്തത് റൊമാൻറ്റിക്? ഇല്ലാത്ത ആൾക്കാർക്ക് ഇതൊന്നും പറഞ്ഞ മനസ്സിലാവും. അല്ലാതെ എന്ത് സംഭവിക്കാത്തേന്ന്? അല്ല ഇവനല്ല. ഞാൻ വെറുതെ പറയാം, ഞാൻ റൊമാൻറ്റിക് ആകുന്ന ഞാൻ എന്താ പറയാ, എനിക്ക് ക്യൂട്ട് അഗ്രഷൻ കൂടുതലുള്ള ആളാണ്. അതായത് എനിക്ക് ഇഷ്ടമാണ്. ബേബി ഇത് വേദനിച്ചു എനിക്ക്. ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ അടിച്ച് പിച്ചാറുണ്ട്. പക്ഷെ ഇവനാണ് എനിക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും അത് വേണം ഇത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ പാവം പോയിക്കൊണ്ട് എടുത്തോണ്ട് വരും. ഇതൊക്കെ റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് ആണ്. അല്ല, പോയിട്ട് എടുത്തോണ്ട് വരുന്നു. പൈസയിലേക്ക് അവിടെ എടുത്തോണ്ട് വരും. അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടികൾ ഇവൻ ചെയ്യാറുണ്ട്. നേരെ മറിച്ച് രാത്രി ബേബി എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല, ഞാൻ കിടന്ന് ഉറങ്ങും. നിങ്ങൾ രണ്ടുപേരിലെ ഏറ്റവും കൂടുതൽ റെഡി ആവാൻ ടൈം എടുക്കുന്നതാരാ? റെഡി ആവുന്ന ആൾക്ക് ടൈം ഒന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് റെഡി ആവുന്ന ആളാ. എനിക്ക് അങ്ങനെ മേക്കപ്പ് അങ്ങനെ ഒന്നും ശ്രദ്ധിക്കാറ്. ടേട്ടായിരുന്നു ഞാൻ റെഡി ആവാറുണ്ട്. ഓക്കെ, ഒരു മാനസിക ശക്തി ലഭിച്ചാൽ അത് എന്തായിരിക്കും? സൂപ്പർ പവർ. സൂപ്പർ പവർ കേട്ടാ.
ഒന്ന് അപ്രത്യക്ഷ അമാനുഷിക ശക്തി അല്ലേ? മാനുഷിക ശക്തിയോ? ഹൈലൈറ്റ് മനസ്സിലായി. പാവം. തിരിച്ചു പോകട്ടെ. മനസ്സിലായി. സൂപ്പർ പവർ സൂപ്പർ പവർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതാന്ന്. ഒന്ന് അപ്രത്യക്ഷമാവാനുള്ളതും രണ്ടാമത്തേത് മനസ്സ് വായിക്കാനുള്ള കഴിവ്. എനിക്ക് അപ്രത്യക്ഷമായ മതി. അതെന്താ? എനിക്ക് ഓൾറെഡി ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നീ ആയിരിക്കില്ല ഇത് എപ്പോഴാ തീർന്ന കോപ്പ് ഞാൻ വിചാരിച്ചിട്ടുള്ള മനസ്സിലാക്കിയുള്ള അല്ല ഈ ഇൻവിസിബിൾ ആയിട്ട് എന്തിനാ? മറ്റേ ഇൻവിസിബിൾ ആയിട്ട് നടക്കാം. അതാകുമ്പോ കൊറേ ഡ്രസ് വാങ്ങണ്ടല്ലോ. നിന്നെ കാണാണ്ടിരിക്കാന്നാണ് എന്റെ ആദ്യത്തെ ഉദ്ദേശം. ഞാനല്ല. അതുകൊണ്ട് നിന്നെ കാണാൻ എനിക്ക് ഇൻവിസിബിൾ ആവണം. ഈ ഒരു ഇതിൽ നിങ്ങൾ മനുഷ്യരായി ജനിച്ചു. അടുത്ത ജന്മം നിങ്ങൾ മൃഗമായി ജനിക്കാൻ പോവാണെങ്കിൽ ഏത് മൃഗമായിട്ട് ജനിക്കണം എന്നാണ് ആഗ്രഹം? കുരങ്ങൻ, കടുവ. ഞങ്ങൾക്ക് അതാണ് ജനിക്കേണ്ടത്. എന്തുകൊണ്ട് ഓപ്ഷൻ വെച്ചില്ല? പൂച്ചത്ര മോശാണോ? അല്ല, കുരങ്ങൻ, കടുവ. അതിൽ ഏതിൽ ഒരെണ്ണം പറയും. ഇവൻ കുരങ്ങൻ, ഞാൻ കടുവ. നീ കുരങ്ങൻ, ഞാൻ കടുവ. കടുവക്ക് വേറെ ജീവികളുടെ പ്രേ അല്ലല്ലോ. കടുവ കൊല്ലില്ലല്ലോ. സയന്റിഫിക് കാര്യങ്ങളൊന്നും പറയാൻ ഇവിടെ ആരും പറഞ്ഞില്ല. ഇവ കുരങ്ങൻ, ഞാൻ കടുവ. കഴിഞ്ഞു. അടുത്തത്. അല്ല, ഇതിനെ കുരങ്ങന്നാക്കാൻ എന്താ കാരണം? കാര്യം മോന്ത കണ്ടായിരുന്നു. വേണ്ട. ഇത് കൂടുതൽ അടിയിലേക്ക് പോവണ്ട എന്നുള്ള ഒരു ഇന്റൻഷനിൽ ഞാൻ ഇവിടെ നിർത്താണ്. എനിക്ക് ഇനി വേണട്ടോ ബേബി. ആങ്കർ പോരാട്ടോ. ഹലോ, ഇനി കൊടുക്കും, ഈ ചോദ്യങ്ങൾ കൊടുക്കും. ഇനിയും ചോദ്യങ്ങൾ വേണമെന്ന് വളച്ചൊടിക്കണോ കുട്ടി? വളച്ചൊടിക്കണോ കാര്യങ്ങളെ? അല്ല, ഓക്കെ കുട്ടി. ഇല്ലാത്ത റിലേഷൻഷിപ്പിൽ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യം. ഞാൻ പറയാം, എനിക്ക് ചിരിച്ചിരിച്ച് എനിക്ക് തല വേദനിക്കണം. അതുകൊണ്ട് ഞാൻ ഈ റൗണ്ട് നിർത്താം. പറ്റില്ല. ഞങ്ങൾക്ക് ഇനി 2-3 ചോദ്യം കൂടെ വേണം. ഇനി അടുത്തത് കാറാണെങ്കിൽ ഏത് കാറ്? ബെൻസ് ആണോ ഓൾട്ടോ ആണോ? പൂജയ്ക്ക് എടുക്കാൻ അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എടുക്കാൻ താല്പര്യമുള്ള കാർ ഏതാണ്? മറ്റേ മാരുതി സുസുക്കി 800. അത് മഴക്കാറ് എങ്ങനെ എടുക്കാൻ പറ്റുക മനുഷ്യ? ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ് മഴക്കാറ്. എനിക്കത് ഇഷ്ടപ്പെട്ടുടാ. നീ ഇത്രക്ക് ലെവലിലായി തുടങ്ങിയ. ഓക്കെ, എനിക്ക് ഇതിനെ പറ്റിട്ടൊന്നും സൂപ്പർ ആണ്. അത് ഏതാ സൂപ്പർ? സൂപ്പർ. വണ്ടിയോട് ക്രേസ് ഉള്ള ഒരാളാണോ? ഒരു തേങ്ങയില്ല അവന്. വെറുതെ പറയാ. കുറച്ച് റീല് കണ്ട് കുറച്ച് കാറുകളുടെ പേരറിയാം. അപ്പൊ അതൊക്കെ എവിടെയും പോയിട്ട് പറയും അങ്ങോട്ട്. നിങ്ങൾ പരസ്പരം എനിക്ക് പറയണേട്ടാ. പൂജയ്ക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം അഖിലും പറയണം, അഖിലിന് ഇഷ്ടമുള്ള സംഭവം. എന്ത് ഇഷ്ടമുള്ളത് അഖിലിനെ? ഏറ്റവും എന്താ പോലെ കഴിഞ്ഞില്ലേ? ഇവൾക്ക് ഇഷ്ടം തന്നെ. എനിക്ക് ഇഷ്ടം നിന്നെ. അത് കഴിഞ്ഞിട്ട് നിന്നെ. മതി പ്രൊഡ്യൂസറെ, നിർത്താം. ഓക്കെ, അപ്പൊ എന്തായാലും പൂജയുടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു, അഖിലിന്റെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. പൂജാപ്പി കണ്ണാപ്പി ബിഗ് ബോസിലത്തെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. എന്തായാലും ഞാൻ ഹാപ്പിയായി. ഇനി കുറച്ച് പറയാനുണ്ട്. സമയമുണ്ടോ? ഇല്ല, എനിക്ക് വേണ്ടി വയർത്ത് കുടിച്ചു തുടങ്ങി. മതി, ഞങ്ങൾക്ക് ഇത് മതി. താങ്ക് യു സോ മച്ച്. അപ്പോ എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച ബിഹാൻ വുഡ്സിനോടും അഖിലിനെ ഇന്റർവ്യൂവിന് എന്താ പറയാ ട്രൗസറോടൊക്കെ വിളിച്ച ഒന്ന് എണീറ്റ് നന്ദി നമസ്കാരം പറഞ്ഞ് പോണെന്ന് കൂടെ എടുക്കണ്ട. ഒരുപാട് നന്ദി. താങ്ക് യു പൂർണിമ കൃഷ്ണ, നമ്മളെ വീട്ടിലും ഇന്റർവ്യൂവിന് സഹിച്ചതിൽ താങ്ക് യു. എനിക്ക് ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. Aquastar Rainwater Pipes. മറ്റെല്ലാം ചുമ്മാ.